സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ മുകളിൽ എലിമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ടോ കൺവേർട്ട് ചെയ്യുക. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക. പക്ഷെ അപ്പോഴും ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആവാം, അതും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് യുണീക്ക് സൊല്യൂഷൻ ആയാലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയാലും നമ്മൾ ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവാനുള്ള കണ്ടീഷൻസ് ആണ്. അതായത് കണ്ടീഷൻസ് ഫോർ ദ കൺസിസ്റ്റൻസി ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ആ കൺസിസ്റ്റൻസി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു മെട്രിക്സുമായി കണക്റ്റഡ് ആയിട്ട് റാങ്ക് ഡിഫൈൻ ചെയ്യുകയാണ്. റാങ്ക് ഓഫ് എ മെട്രിക്സ്, ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് in row echelon form or row reduced echelon form of a matrix is called its rank. എക്സാക്ട് ഡെഫിനിഷൻ ഇതല്ല, പക്ഷേ നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളും കൺസിസ്റ്റൻസിയും സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഡെഫിനിഷൻ ഇതാണ്. ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ എക്കലോൺ ഓർ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഓഫ് എ മെട്രിക്സ്. എക്സാക്ട് ഡെഫിനിഷൻ ഇതാണ്. ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഹൂസ് ഡിറ്റർമിനന്റ് ഇസ് നോൺ സീറോ. ഇതാണ് റാങ്കിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ റാങ്കിനെ അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കൺസിസ്റ്റൻസിയുടെ കണ്ടീഷൻസാണ്. എന്നാലും ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമുക്കറിയണം. അപ്പോൾ അതിനാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ മെട്രിക്സിനുള്ള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നോക്കാം ഇത് എക്കലോൺ ഫോമിലാണോ എന്നുള്ളത്. അപ്പോൾ ഇത് ആണെങ്കിൽ ഫസ്റ്റ് എൻട്രി 1 ആണ്, അതിൻ്റെ താഴെ എല്ലാം 0 ആണ്. ദെൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ താഴെയൊക്കെ 0 ആണ്. പിന്നെ അങ്ങോട്ടുള്ള രണ്ടും 0 റോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് എക്കലോൺ ഫോമിലാണ്. ഇനി ഈവൻ ഈ എൻട്രീസ് 1 അല്ല, ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 അല്ലെങ്കിൽ നമുക്ക് റാങ്ക് കാണുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് റാങ്ക് പറയാം. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ മെട്രിക്സിൻ്റെ റാങ്ക് ഇസ് 2. ഇനി ഇവിടെ ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ 1 0 0 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഈ 1ൻ്റെ താഴിലൊക്കെ 0 ആണ്, ഈ 1ൻ്റെ താഴിലോ മുകളിലും 0 ആണ്. സോ ദിസ് ഇസ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആണ് എക്സാക്ട്ലി. ഇതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ 0 റോസ് ഒന്നുമില്ല. സോ റാങ്ക് ഇസ് 3. ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ തന്നെയാണ് എൻ്റെ റാങ്ക് വരിക. ആൻഡ് ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, ഓക്കെ, 1ൻ്റെ താഴേക്ക് 0 ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ താഴേക്ക് 0 ആണ്. പക്ഷേ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഇത് എക്കലോൺ ഫോമിലല്ല, നമുക്ക് അറിയാം, അത് ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഈ 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ എക്കലോൺ ഫോമിലായി. എന്നാൽ പോലും നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇവിടെ വരുന്നത് ലാസ്റ്റ് റോ 0 ആയതുകൊണ്ട് 3 ആണ്. സോ ഇതിൻ്റെ റാങ്ക് 3 ആണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എക്കലോൺ ഫോം ഓഫ് എ മെട്രിക്സ്. അപ്പോൾ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കിക്കഴിഞ്ഞാൽ റാങ്കായി. ഇനി കൺസിസ്റ്റൻസിയുടെ കണ്ടീഷൻസിലോട്ട് പോവാണ്. കൺസിഡർ ദ സിസ്റ്റം. നമ്മൾ ജനറൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനെ നമുക്ക് AX = B എന്ന് എഴുതാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമുക്ക് എഴുതാൻ അറിയാം. 2 കേസുകൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോൺ ഹോമോജിനസ് കേസും രണ്ടാമത്തെ ഹോമോജിനസ് കേസും. ഹോമോജിനസ് കേസ് ആവുന്ന സമയത്ത് ഇവിടെയുള്ള B 0 ആണ്, അല്ലെങ്കിൽ B1 B2 B3 എക്സെട്ര റൈറ്റ് സൈഡ് കംപ്ലീറ്റ് കോൺസ്റ്റൻസും 0 ആയിരിക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ല. സ്ക്വയർ നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് വേരിയബിൾസും സെയിം ആയിട്ടുള്ള കേസല്ല. M ഇക്വേഷൻസ് ആൻഡ് N അൺനോൺസ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് A കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ M/N മെട്രിക്സ് ആയിരിക്കും. കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ കൂടെ ബിയും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവാം. 3 പോസിബിലിറ്റീസ് ആണ്: നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസാണ് ഇവിടെ എഴുതാൻ പോകുന്നത്.
ഇതാണ് 3 കണ്ടീഷൻസ്. ഇഫ് റാങ്ക് ഓഫ് എ ബി ഇസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഇവിടെ എ ബി എന്ന് ഉദ്ദേശിച്ചത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും എയുടെ റാങ്കും രണ്ടും ഈക്വൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന് നോ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് അതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എ ബിയുടെ റാങ്കും കാണാം, എയുടെ റാങ്കും കാണാം. രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നോ സൊല്യൂഷനാണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ 2 പോസിബിലിറ്റീസ്. ഒന്ന്, ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേരിയബിൾസ് എൻ. ഇവിടെ എൻ എന്ന് ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. നമ്പർ ഓഫ് വേരിയബിൾസിന് ഈക്വൽ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷനാണ്. ആൻഡ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ഈ എൻ എന്ന് ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. ഇനി ഇതിൻ്റെ തന്നെ പെർട്ടിക്കുലർ കേസാണ് ഹോമോജിനിയസ് വരിക. ഹോമോജിനിയസ് പറയുമ്പോൾ ബിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. സോ ബിയുടെ വാല്യൂ 0 ആവുന്ന കേസിൽ എപ്പോഴും റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ വേരിയബിൾസിനൊക്കെ നമ്മൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. സോ വേരിയബിൾസ് 0 ആവുന്ന ഒരു സൊല്യൂഷൻ എപ്പോഴും ഏതിനുണ്ടാവും? ഹോമോജിനസ് സിസ്റ്റത്തിനുണ്ടാവും. സോ ഹോമോജിനസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. അപ്പോൾ അത് ഇൻകൺസിസ്റ്റൻറ്റ് ആയിട്ട് വരുന്നൊരു കേസില്ല. അതായത് ഫസ്റ്റ് കേസില്ല, നോ സൊല്യൂഷൻ്റെ കേസില്ല. അപ്പോൾ രണ്ടാമത്തെ കേസുകളേ ഉള്ളൂ. റാങ്ക് ഓഫ് എ ബി, എന്തായാലും റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും രണ്ടും ഈക്വൽ ആയിരിക്കും ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ കേസ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ, അപ്പോൾ അവിടെ എ ബി എന്ന് പറയേണ്ട ആവശ്യമില്ല, ബിയുടെ വാല്യൂസ് കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ ജസ്റ്റ് റാങ്ക് ഓഫ് എ മാത്രം കണ്ടാൽ മതിയാവും. അപ്പോൾ അവിടെ 2 കേസേ ഉള്ളൂ. ഇഫ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ and rank of A is less than n. Rank of A equal to n ആണെങ്കിൽ unique solution. Rank of A less than n ആണെങ്കിൽ infinite number of solutions. ഇനി റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എന്ന് മാത്രമല്ല, ഒരു സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ കേസിൽ 0 0 0 0 അല്ലെങ്കിൽ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0 അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ആ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം x is equal to 0 is the solution. ഇനി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന കേസ് നമുക്കത് എങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കാണാം എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസ് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗോസ് ജോർദാൻ മെത്തേഡ് ഓഫ് എലിമിനേഷൻ വെച്ചിട്ട് ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ കണ്ടീഷൻസ് നോക്കാം. റാങ്ക് ഓഫ് എ ബി നമ്മൾ കാണുന്നു, മീൻസ് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നു, എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കുന്നു, എയുടെയും എ ബിയുടെയും നോട്ട് ഈക്വൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ, ഈക്വൽ ആണെങ്കിൽ അത് നമ്പർ ഓഫ് വേരിയബിൾസിന് ഈക്വൽ ആണോ നോക്കും, ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഹോമോജിനസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. ഹോമോജിനസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. കാരണം ഹോമോജിനസ് സിസ്റ്റത്തിന് 0 എന്ന് പറയുന്ന 0 0 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഹോമോജിനസ് സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണ്. അവിടെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ യുണീക്ക് സൊല്യൂഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എ ബി എന്ന് പറയാനില്ല. കാരണം ബിയിലെ എൻട്രീസ് കംപ്ലീറ്റ് 0 ആണ്, എ ഉള്ളൂ. എന്നെ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കുന്നു, റാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഞാനിവിടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള 3 കേസുകൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈ പോർഷൻ മൊത്തം എ ബി. സോ ഇവിടെ റാങ്ക് ഓഫ് എ 2 ആണ്. പക്ഷേ റാങ്ക് ഓഫ് എ ബി ഇത് മൊത്തം കൺസിഡർ ചെയ്യുന്ന സമയത്ത് റാങ്ക് ഓഫ് എ ബി 3 ആണ്. രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന് നോ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കംപ്ലീറ്റ് 0 ആയി, ഇത് നോൺ സീറോ വരുമ്പോഴാണ് ആ ഒരു സാധ്യതയുള്ളത്. ഇനി ഇവിടെയാണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്, റാങ്ക് ഓഫ് എ ബിയും 3 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ്
റാങ്ക് ഓഫ് എ ബി. ആൻഡ് നമ്പർ ഓഫ് വേരിയബിൾസ് ഈ കേസിലാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആണ്, എക്സ് വൈ സെഡ് 3 വേരിയബിൾസിന് ചാൻസ് ഉള്ളൂ, ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് വരും. ദർഫോർ യുണീക്ക് സൊല്യൂഷൻ ആവും. ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് 0 ആയിപ്പോയി. കംപ്ലീറ്റ് 0 ആവുന്ന സമയത്ത് റാങ്ക് ഓഫ് എ 2 ആ വരിക, റാങ്ക് ഓഫ് എ ബിയും 2 ആ വരിക. കാരണം നോൺ സീറോ റോസ് മുമ്പ് ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയല്ലോ. സോ രണ്ടും ഈക്വൽ ആണ്, ബട്ട് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. അങ്ങനെ ഇവിടെ വേരിയബിൾസ് 3 വേരിയബിൾസ് വരും. ആ കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഇസ് ദ ഫോളോയിങ് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇഫ് യെസ് ഫൈൻഡ് ദ സൊല്യൂഷൻസ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻസ് ഓരോന്ന് കണ്ടെത്തണം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. 2x minus 3y plus 4z equal to 23, 3x plus 4y minus 8z equal to minus 19, 4x minus y minus 2z equal to 11, 5x plus 6y minus 14z equal to minus 23. അപ്പോൾ ആദ്യം നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. അപ്പോൾ ഇത്രയും പോർഷൻ എയുടെയാണ്, അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ബി. നമുക്കിതിനെ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ആദ്യം ഈ എൻട്രി 1 ആവണം. ഇപ്പോൾ ഈ എൻട്രി 1 ആവണം ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് -3/2 23/2 ഒക്കെ വരും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഈ 2 റോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻട്രി 1 ആവും. അതിനെ 1 ആക്കിയിട്ട് 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നു. ഇവരൊക്കെ ഡിഫറൻസ് 1 ആണ്. സോ R4 റീപ്ലേസ് ബൈ R4 മൈനസ് R3 ചെയ്യുന്നു. അപ്പോൾ ഈ എൻട്രി 1 ആവും. ആൻഡ് R3 റീപ്ലേസ് ബൈ R3 മൈനസ് R2 ചെയ്യുന്നു. അപ്പോൾ ഈ എൻട്രി 1 ആവും. ആൻഡ് R2 റീപ്ലേസ് ബൈ R2 മൈനസ് R1 ചെയ്യുന്നു. അപ്പോൾ ഈ എൻട്രി 1 ആവും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള റോയും ഫസ്റ്റ് റോയും ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻട്രി 1 ആവും. സോ ഇങ്ങനെ വരും. 2 -3 4 23 അതിന് ചേഞ്ച് ഇല്ല. ഓക്കെ, ആദ്യം ചെയ്യുന്നത് R4 റീപ്ലേസ് ബൈ R4 മൈനസ് R3 ആണ്. സോ R4 മാറി, R1 മാത്രമേ ചേഞ്ച് ഇല്ലാത്തുള്ളൂ. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത് 1 ആയി. ആൻഡ് 6 മൈനസ് -1 സോ 7 ആയി. -14 -2 സോ -12 ആയി. 26 -11 so 15 ആയി. R3 replaced by R3 minus R2. So ഇത് 1 ആവും. -1 -4 that is -5. -2 plus 8 so that is 6. 11 minus -19 so 30. Then ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് 1 7 -12 -42. എന്നിട്ട് ഞാൻ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വലൻ്റ് ടു 1 7 -12 -42. ദെൻ 2 -3 4 23. 1 -5 6 30. 1 7 -12 15. ഈ 1 യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയൊക്കെ 0 ആക്കണം. സോ R2 റീപ്ലേസ് ബൈ R2 മൈനസ് 2 R1. R3 റീപ്ലേസ് ബൈ R3 മൈനസ് R1. R4 റീപ്ലേസ് ബൈ R4 മൈനസ് R1. So this is equivalent to 1 7 -12 -42. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുന്നു. സോ 0 ആവും. സോ -17 ആവും. +28 ആവും.
പ്ലസ് 108 ആവും, 107 ആവും. R3 മൈനസ് R1 ചെയ്യുന്ന സമയത്ത് ഈ എൻട്രി 0 ആയി. സോ -12, 18, 72. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് 0, 0, 0, 15 പ്ലസ് 42, 57 ആയി. അപ്പോൾ ഇനി ശരിക്കും ഈ എൻട്രി 1 ആക്കണം, അത് യൂസ് ചെയ്ത് അതിൻ്റെ താഴെയുള്ള 0 ആക്കണം, ഇങ്ങനെയൊക്കെ പോകണം. പക്ഷേ ഈ ഒരു പാറ്റേണിൽ എത്തിയപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി. കാരണം നമ്മൾ എ എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്, അതിൻ്റെ അകത്ത് ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി. സോ ഇതിൻ്റെ റാങ്ക് 3 അല്ലെങ്കിൽ അതിൽ കുറവേ വരുള്ളൂ, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. പക്ഷേ എ ബിയുടെ റാങ്ക് ഈ എൻട്രി 0 അല്ലാത്തതുകൊണ്ട് 4 ആയിരിക്കും. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഒരു കാരണവശാലും എന്താവാൻ ചാൻസ് ഇല്ല, ഈക്വൽ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, റാങ്ക് ഓഫ് എ ബി ഇസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ പോകുന്നില്ല. റാങ്ക് ഓഫ് എ ബി ഇസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയതുകൊണ്ട് നോ സൊല്യൂഷൻ. സിസ്റ്റം ഇസ് inconsistent. ഒന്നുകൂടെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എത്തിയാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം വേണമെങ്കിൽ നമുക്ക് ഈ എൻട്രി 1 ആക്കാം, ആ 1 യൂസ് ചെയ്തിട്ട് താഴെ എൻട്രി 0 ആക്കാം. അങ്ങനെ 0 ആക്കുമ്പോൾ ഈ 2 എൻട്രീസും ഈ 3 0 ആയാൽ പോലും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു കേസിൽ ഇത് മൊത്തം 0 ആയി, ഇത് നോൺ 0 ആയി വന്നിട്ടുണ്ട്. സോ റാങ്ക് ഓഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണ്. സോ നോ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇക്ലോൺ ഫോമിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കേസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കാം അടുത്ത പ്രോബ്ലം. എക്സ് പ്ലസ് 2y മൈനസ് 3z മൈനസ് 4w ഈക്വൽ ടു 6, എക്സ് പ്ലസ് 3y പ്ലസ് z മൈനസ് 2w ഈക്വൽ ടു 4, 2x പ്ലസ് 5y മൈനസ് 2z മൈനസ് 5w ഈക്വൽ ടു 10. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നു. ഇത് 3/4 മെട്രിക്സ് ആണ്, കോഎഫിഷ്യന്റ് മെട്രിക്സ്. ബി റൈറ്റ് സൈഡിലുള്ളത്. സോ 1 ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ 1 യൂസർ അതിൻ്റെ താഴെ 2 0 ആക്കുന്നു. നമ്മൾ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. സോ R2 റീപ്ലേസ് ബൈ R2 മൈനസ് R1 ചെയ്യുന്നു. ആൻഡ് R3 റീപ്ലേസ് ബൈ R3 മൈനസ് 2R1 ചെയ്യുന്നു. So this is equivalent to 1, 2, minus 3, minus 4, 6. അതിൽ ചേഞ്ച് ഇല്ല. ഇത് 0 ആയി, ഇത് 1 ആയി, 4 ആവും, 2 ആവും, minus 2 ആവും. R3 replace by R3 minus 2R1. അപ്പോൾ ഈ എൻട്രി 0 ആയി, 1 ആവുന്നു, minus 2 plus 6 ആവും. സോ അഗൈൻ 4 ആവുന്നു, minus 5 plus 8 വരും, that is 3, 10 minus 12 വരുന്നു, that is minus 2. ഇനി ഇപ്പോൾ ഈ എൻട്രി 1 ആയി, ആ 1 യൂസ് ചെയ്തിട്ട് താഴെ 0 ആകും. സോ R3 replaced by R3 minus R2. So this is equivalent to 1, 2, minus 3, minus 4, 6, 0, 1, 4, 2, minus 2. മൈനസ് ചെയ്യുന്ന സമയത്ത് 0, 0, 0, 1, 0. ഇപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ താഴെയൊക്കെ 0 ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ താഴെയൊക്കെ 0 ആണ്. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ താഴെയൊക്കെ 0 ആണ്. അപ്പോൾ ഇത് റോ എക്ലോൺ ഫോം ആയി. അപ്പോൾ ഇത്രയും പോർഷനാണ് എ വരുന്നത്. സോ ഇതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ല. സോ അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു, സോ റാങ്ക് ഓഫ് എ 3 ആണ്. ആൻഡ് റാങ്ക് ഓഫ് എ ബി ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് നോൺ സീറോ റോസ്
2 എന്ന് പറയരുത്, കാരണം എ ബി വരുമ്പോൾ ഇത് മൊത്തം വരും. അതിൻ്റെ അകത്ത് ഈ റോ 0 അല്ല, അപ്പോൾ ഒരു റോ ഇവിടെ 0 ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. സോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. പക്ഷേ നമ്പർ ഓഫ് വേരിയബിൾസ് ഇവിടെ 4 ആണ്. 4 വേരിയബിൾസ് ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. സോ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. Therefore, infinite number of solutions ആണ്. ഇനി നമുക്ക് ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെ കാണും എന്നുള്ളതിലോട്ട് പോകണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ സാധാരണ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. സോ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് x plus 2y minus 3z minus 4w equal to 6, then y plus 4z plus 2w equal to minus 2, then last w is equal to 0. So w equal to 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എക്സ് പ്ലസ് 2y മൈനസ് 3z ഈക്വൽ ടു 6 ആൻഡ് y പ്ലസ് 4z ഈക്വൽ ടു മൈനസ് 2. രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയിരിക്കും. ബട്ട് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാൾ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. ഇനി ആ സൊല്യൂഷൻസ് കാണാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇവിടെ എക്സ് വൈ സെഡ് ഉണ്ട്, പക്ഷേ 2 ഇക്വേഷൻസേ ഉള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് ഒരെണ്ണം, ആ ഒരെണ്ണത്തിനെ ഞാൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാണ്, ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ലെറ്റ് സെഡ് ഇസ് ഈക്വൽ ടു കെ. സെഡിനെ ഞാൻ കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷന് കിട്ടും വൈ ഇസ് ഈക്വൽ ടു -2 - 4k എന്ന് കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 6 minus 2y. So minus 2y എന്ന് പറഞ്ഞാൽ 2 into -2 - 4k plus 3z എന്ന് വരും. So 3k. So that is equal to 6 plus 4 നമുക്കിവിടെ 10 വരും. And 8k plus 3k, that is 11k. So solution ഇങ്ങനെ വരും. x, y, z, w എന്ന് പറയുന്ന നമ്മുടെ വേരിയബിൾ മാട്രിക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടാവുന്നതാണ്. എക്സ് എന്ന് വരുന്നത് 10 plus 11k ആണ്. ആൻഡ് y എന്നുള്ളത് -2 - 4k. z k ആണ്, w 0 ആണ്. or that is equal to ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 10 - 2 0 0 plus k times 11 - 4 1 0. So solutions are ഇങ്ങനെ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതണം നിർബന്ധമില്ല. എക്സ് ഇസ് ഈക്വൽ ടു 10 plus 11k, y ഈക്വൽ ടു -2 - 4k, z ഈക്വൽ ടു k ആൻഡ് w ഈക്വൽ ടു 0 വേർ k ക്യാൻ ടേക്ക് എനി വാല്യൂ. അപ്പോൾ k ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിളിനെ k എന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. w ഓൾറെഡി 0 ആയി. അപ്പോൾ എത്ര വേരിയബിൾസിനെ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഡിഫറൻസിനനുസരിച്ചാണ്. നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വേരിയബിൾസിന് നമ്മൾ കെ ആയിട്ട് അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യും. അടുത്ത് നോക്കാം. x - 2y plus z - w is equal to 0, x plus y - 2z plus 3w equal to 0, 4x plus y - 5z plus 8w equal to 0,
5x minus 7y plus 2z minus w equal to 0. അപ്പോൾ പ്രത്യേകത ഇവിടെ ഇത് ഹോമോജിനസ് ആണ്, ഇൻകൺസിസ്റ്റൻ്റ് എന്നുള്ളൊരു കേസേ വരുമില്ല. ഒന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ദാറ്റ് മീൻസ് 0 0 0 0 വരും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വേണ്ട, എ മതി. എയുടെ റാങ്കിനനുസരിച്ചാണ്. എയുടെ റാങ്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് 1 2 3 4 ആണ്. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു 0. റാങ്ക് ഓഫ് എ ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. സോ എ ഇസ് ഈക്വൽ ടു നമുക്ക് അറിയാവുന്നത് ഇവിടെ എക്കലോൺ ഫോമിലോട്ട് മാറ്റാൻ ഇവിടെ 1 ഉണ്ട്. സോ R2 replaced by R2 minus R1, R3 replaced by R3 minus 4R1, R4 replaced by R4 minus 5R1 ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ഇങ്ങനെ വരും. സോ 4. ഇനിയിപ്പോൾ ഇവിടെ 3 ഉണ്ട്. നമുക്ക് ഈ എൻട്രി 1 ആക്കണം, അത് ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും 0 ആക്കണം. അപ്പോൾ ഇവിടെ 3യുടെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നില്ല, പകരം R3 replaced by R3 minus 3R2 ചെയ്യുന്നു. R4 replaced by R4 minus R3 ചെയ്യുന്നു. സോ ആ മെട്രിക്സ് ഇങ്ങനെ മാറും, 0 ആയി. ദെൻ രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നപ്പോൾ 0 0 0 0. എന്നിട്ട് വേണമെങ്കിൽ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇനി അതിൻ്റെ അകത്ത് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. സോ ഇത് എ ആണ്. സോ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇസ് 2 ആൻഡ് ദാറ്റ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാക്ട്ലി 4 ആണ്. Therefore infinite number of solutions. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വന്നു. കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നോക്കാം. ഇതിനെ ഇക്വേഷൻസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് 2y പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0 വന്നു. രണ്ടാമത്തേൽ വൈ 3y മൈനസ് 3z പ്ലസ് 4w ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം 4 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷൻസ് ആണ്. അപ്പോൾ കുറച്ച് മുന്നേ നമുക്ക് വന്നിരുന്നത് 3 വേരിയബിൾസ് കാണും. ഡബ്ല്യൂയുടെ വാല്യൂ 0 എന്ന് കിട്ടി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ഡബ്ല്യൂയുടെ വാല്യൂ 0 എന്ന് കിട്ടിയതിന് ശേഷം പിന്നെയും 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു, 2 ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് നമുക്കിനി ഇവിടെ വേണ്ടത് 4 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷൻസാണ്. റാങ്ക് 2 ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് അവിടെ നിന്ന് ശ്രദ്ധിക്കാം. റാങ്ക് 2 ആണ്, നമ്പർ ഓഫ് വേരിയബിൾസ് 4 ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണോ അത്രയും നമ്മൾ ആർബിട്രറി ആയിട്ട് കോൺസ്റ്റന്റ് വാല്യൂസ് ചൂസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എടുക്കുന്നു, ലെറ്റ് z ഇസ് ഈക്വൽ ടു ഒരു k1 എന്നും w ഇസ് ഈക്വൽ ടു k2 എന്നും ഞാൻ ചൂസ് ചെയ്യാണ്. ദെൻ y ഇസ് ഈക്വൽ ടു വരാവുന്നത് 3y ഇസ് ഈക്വൽ ടു 3k1 മൈനസ് 4k2 വരിക. സോ 3k1 മൈനസ് 4k2 ഡിവൈഡഡ് ബൈ 3. And x is equal to 2y വരണം. So 2 by 3 times 3k1 minus 4k2 minus z. Z എന്ന് പറഞ്ഞാൽ k1 ആണ്. Minus w, that is k2. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് k1ൻ്റെ കേസ് 3 വെച്ച് 2/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k1 വരും, മൈനസ് k1 ദാറ്റ് ഇസ് k1 ആൻഡ് 8/3 k2 മൈനസ് k2 വരും. സോ മൈനസ് 8/3 k2 മൈനസ് k2, സോ ദാറ്റ് ഇസ് മൈനസ് 11/3 k2. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ് വൈ സെഡ് ഡബ്ല്യു. സോ ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് k1 മൈനസ് 11/3 k2, y എന്നുള്ളത് k1 മൈനസ് 4/3 k2, z k1 w k2. സോ ദാറ്റ് ഈക്വൽസ്, ഞാൻ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. k1 ഉള്ളത് ഒരു കേസ് പ്ലസ് k2 ഉള്ളത് വേറെ. സോ k1 ഉള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ
1 1 1 0 and K2 ഉള്ളത് minus 11 by 3 minus 4 by 3 0 1. K1 K2 can take any value. So K1 ഉം K2 ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ ഈ K1 ഉം K2 വാല്യൂ ഒക്കെ എടുത്തിട്ട് എക്സ് വൈ സെഡ് ഡബ്ല്യു എഴുതിയിട്ട് ഡയറക്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ അത് ഈ രീതിയിൽ മെട്രിക്സ് ഫോമിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ് ഇസ് ഈക്വൽ ടു K1 മൈനസ് 11 by 3 K2, വൈ ഇസ് ഈക്വൽ ടു K1 മൈനസ് 4 by 3 K2, സെഡ് ഈക്വൽ ടു K1, ഡബ്ല്യു ഈക്വൽ ടു K2. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 1 1 1 0 ആൻഡ് മൈനസ് 11 by 3 മൈനസ് 4 by 3 0 1 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ 4 ഡയമെൻഷണൽ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ആ രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു നിർബന്ധമില്ല ഇതുപോലെ എഴുതണമെന്ന്. അടുത്ത പ്രോബ്ലം നോക്കും. ഫൈൻ ലാംഡ ആൻഡ് മ്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഹാവ് നോ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. 3 വേരിയബിൾ 3 ഇക്വേഷൻസ് ആണ്. നോൺ ഹോമോജനസ് ആയതുകൊണ്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യും. കാരണം ആ കണ്ടീഷൻസ് കറക്റ്റായിട്ട് അറിയണേ നമ്മൾ എപ്പോഴും ഓഗ്മെന്റഡ് മെട്രിക്സിലോട്ട് പോകണം. സോ 1 2 3 ഇപ്പോൾ ഇതിനെ നമ്മൾ എയുടെ റാങ്കും എ ബിയുടെ റാങ്കും കാണണമെങ്കിൽ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ R2 റീപ്ലേസ് ബൈ R2 മൈനസ് R1 ചെയ്യാം. നോ, R2 മൈനസ് 2 R1 ചെയ്യുന്നു. സോ 2 1 ആണ്. ആൻഡ് R3 റീപ്ലേസ് ബൈ R3 മൈനസ് 3 R1 ചെയ്യുന്നു. സോ ദിസ് മെട്രിക്സ് ഇസ് ഈക്വലൻ ടു, ഇനി ഈ -3 ഉള്ളത് 1 ആക്കണം. ഞാൻ ആ -3 ഉള്ളത് 1 ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ -3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് ഈസ് ഈക്വലൻ ടു 1 2 1 8 0 1 minus 1 by 3 1 0 minus 2 minus lambda minus 3 mu minus 24. ഇനി 1 യൂസ് ചെയ്തിട്ട് ഇത് 0 ആക്കണം. സോ R3 replaced by R3 plus 2 R2 വരും. സോ ആ matrix is equivalent to 1 2 1 8. അപ്പോൾ അതിൽ പ്രശ്നമില്ല. 0 1 1 by 3 1, അതിനും പ്രശ്നമില്ല. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എൻട്രി 0 ആവും. R3 plus 2 R2 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ലാംഡ മൈനസ് 3, ഇതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. സോ മൈനസ് ലാംഡ മൈനസ് 3 മൈനസ് 2 by 3 വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ലാംഡ ഉണ്ടാവും. സോ മൈനസ് ലാംഡ മൈനസ് 9 മൈനസ് 2, സോ 11 by 3 വരും. സോ മൈനസ് ലാംഡ മൈനസ് 11 by 3 വരും. അതേപോലെ മ്യൂ മൈനസ് 24 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 കൂടെ വരും. മ്യൂ മൈനസ് 22 വരും. അപ്പോൾ ഇനിയാണ് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കൂടി കമ്പയർ ചെയ്തിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പോസിബിലിറ്റീസ് ഇതാണ്. മൂന്ന് കേസുകൾ ഞാനിവിടെ എഴുതാണ്. ഒന്ന്, ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 11 by 3 ആൻഡ് മ്യൂ ഇസ് ഈക്വൽ ടു 22. അതൊരു കേസ്. ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 11 by 3 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആവും. ഇത് മ്യൂ ഇസ് ഈക്വൽ ടു 22 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0. അപ്പോൾ ഇത് രണ്ടും 0 ആവും. അതൊരു കേസ്. രണ്ടാമത്തെ കേസ്, ലാംഡയുടെ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു മൈനസ് 11 by 3 ആൻഡ് മ്യൂയുടെ വാല്യൂ ഈക്വൽ ടു 22. മൂന്നാമത്തെ കേസ്, ലാംഡയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു മൈനസ് 11 by 3 ആൻഡ് മ്യൂവിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 22. അപ്പോൾ ഈ മൂന്ന് കേസുകൾ ഏതോ ആണ് ഈ പറഞ്ഞ മൂന്ന് കേസുകൾ വരിക. അപ്പോൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ മൈനസ് 11 by 3, മ്യൂവിൻ്റെ വാല്യൂ 22. അപ്പോൾ ഇത് രണ്ടും 0 ആവും. ഇത് രണ്ടും 0 ആവുന്ന സമയത്ത് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവും. പക്ഷേ നമ്പർ ഓഫ് വേരിയബിൾസ്, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവുന്ന സമയത്ത് സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. പക്ഷേ നമ്പർ ഓഫ് വേരിയബിൾസ് ഇവിടെ 3 ആണ്. സോ ലെസ് ദാൻ 3 നമ്പർ ഓഫ് വേരിയബിൾസ്. ഈ കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്.
ഇനി രണ്ടാമത്തെ കേസ് ലാംഡ നോട്ട് ഈക്വൽ ടു -11/3. അപ്പോൾ ഇതെന്തല്ല, 0 അല്ല. അപ്പോൾ ഈ കേസ് ഞാൻ ഒന്ന് മാറ്റുന്നു, കാരണം ലാംഡ നോട്ട് ഈക്വൽ ടു 11/3 എന്ന് പറയുമ്പോൾ ഇത് 0 അല്ല, അതേസമയം ഇത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഒക്കെ ഈക്വൽ ആവും. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് വേണ്ട. പക്ഷേ ഇങ്ങനൊരു കേസ് വേണം. ലാംഡയുടെ വാല്യൂ -11/3, ലാംഡ ഈക്വൽ ടു -11/3 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 22. സോ മ്യൂ നോട്ട് ഈക്വൽ ടു 22 എന്ന് പറഞ്ഞാൽ ഇത് 0 അല്ല. ലാംഡ ഈക്വൽ ടു -11/3 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഏതാവുകയും ചെയ്തു, 0 ആവുകയും ചെയ്തു. അപ്പോൾ ആ കേസിൽ റാങ്ക് ഓഫ് എ 2 ആ വരും. പക്ഷെ റാങ്ക് ഓഫ് എ ബി 3 ആ വരിക. രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. ഇനിയിപ്പോൾ അടുത്ത കേസ് ലാംഡയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു -11/3. അവിടെ ഈ മ്യൂയുടെ വാല്യൂ ഏതായാലും അവിടെ വിഷയമല്ല. അവിടെ വരാവുന്ന കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി. അപ്പോൾ ഇത് 0 അല്ല, ഇതെന്തായാലും പ്രശ്നമല്ല. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബിക്ക് ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് 3, ദർഫോർ യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, നേരെ തിരിച്ചു നോക്കിയാൽ ലാംഡയുടെ വാല്യൂ -11/3 അല്ലാതെ വരുന്ന കേസ്, അതൊരു ഇൻഡിപെൻഡൻറ്റ് കേസാണ്. ലാംഡയുടെ വാല്യൂ -11/3 അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയി. സോ റാങ്ക് ഓഫ് എ 3 ആയി, റാങ്ക് ഓഫ് എ ബി 3 ആയി, യുണീക്ക് സൊല്യൂഷൻ. ഇനി ലാംഡയുടെ വാല്യൂ -11/3 ആയാൽ ഇത് 0 ആയി. ഇത് 0 ആയിക്കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ 2 ആവും. ഈ രണ്ട് കേസിലും 2 ആണ്. ലാംഡയുടെ വാല്യൂ -11/3 വരുന്ന രണ്ട് കേസിലും റാങ്ക് ഓഫ് എ 2 ആണ്. പിന്നെ നമുക്ക് രണ്ട് കേസുകൾ വരുന്നത് മ്യൂവിൻ്റെ വാല്യൂ 22 ആവുന്ന കേസും ഉണ്ടാവും, മ്യൂവിൻ്റെ വാല്യൂ 22 അല്ലാത്ത വരുന്ന കേസും ഉണ്ടാവും. മ്യൂവിൻ്റെ വാല്യൂ 22 ആയാൽ റാങ്ക് ഓഫ് എ ബിയും 2 ആവും. പക്ഷേ നമ്പർ ഓഫ് വേരിയബിൾസ് 3 ആണ്. സോ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആയി, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനായി. മ്യൂവിൻ്റെ വാല്യൂ 22 അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ 2 ആവും, പക്ഷേ റാങ്ക് ഓഫ് എ ബി 3 ആവും, നോട്ട് ഈക്വൽ, സോ നോ സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ 3 കേസുകളാണ് ഇവിടെ വരിക. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജനറൽ കേസാണ്. അതായത് m ഇക്വേഷൻസും n വേരിയബിൾസും വരുന്ന കേസാണ്. ഇതിൽ തന്നെ പെർട്ടിക്കുലർ കേസായിട്ട് എമ്മും എന്നും ഈക്വൽ ആവുന്ന കേസ്, ഈക്വൽ നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആവുന്ന കേസ്, കോഎഫിഷ്യൻ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് വരുന്ന കേസ്, നമുക്ക് ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പെർട്ടിക്കുലർ കേസായിട്ടുള്ള ഈ പറഞ്ഞ നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് വേരിയബിൾസും സെയിം ആയിട്ടുള്ള അത് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ട് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനും ഇൻവേഴ്സ് കണ്ടിട്ട് മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നുള്ള രീതിയിൽ സൊല്യൂഷൻ കാണുന്നതാണ്. അപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ.